മഹാദൈവത്തിൻ്റെ മഹനീയ നാമം വാഴ്ത്തപ്പെട്ട് വീണ്ടും മഹാദൈവത്തിൻ്റെ മഹാനാമത്തിൽ ഒരു എപ്പിസോഡിലൂടെ ചെയ്യുവാൻ തന്ന ദൈവിക അനുഗ്രഹത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റുകയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഈ ലോകം പകയ്ക്കും, ദൈവത്തെ അംഗീകരിക്കാത്തവർ അന്ധരായിത്തീരും. ഈ ലോകമെന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന ഈ ലോകം ദൈവം സൃഷ്ടിച്ചതാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവം സ്വർഗങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചാണെങ്കിലും ദൂതന്മാരുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് പരാജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കർത്താവ് മനുഷ്യനെ സൃഷ്ടിപ്പാൻ പ്ലാൻ ചെയ്തു. മനുഷ്യനെ സൃഷ്ടിച്ചു. നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തു നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചാണ് ദൂതന്മാർക്ക് ശേഷം മനുഷ്യന് വേണ്ടി ഈ ഭൂമിയെ ക്രമീകരിച്ചെടുത്തത്. ആ സമയത്ത് ദൈവത്തിൻ്റെ ആ ഹൃദയ വിശാലത, ദൈവത്തിനെല്ലാം കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം, എൻ്റെ മക്കൾക്ക് കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കണം. കാരണം തൻ്റെ ആത്മാവിനെ, തന്നിൽ നിന്നാണ് മനുഷ്യന് ആത്മാവിനെ പകർന്നു പോകുന്നത്. തൻ്റെ ജീവനാണ് അവർക്ക് വേണ്ടി ആദ്യം തന്നെ ഏദൻ തോട്ടത്തിൽ തുടക്കത്തിൽ തന്നെ മണ്ണെടുത്ത് മെനഞ്ഞപ്പോൾ തന്നെ കൊടുത്തു. ഇപ്പോൾ ഇത്രമാത്രം അവിടുത്തെ മക്കളെ സ്നേഹിക്കുന്ന വേറെ ഒരു ആളത്വം പ്രപഞ്ചത്തിലില്ല. ഓരോ അപ്പനും അമ്മയ്ക്കും മഹാദൈവം മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെ മക്കളെ സ്നേഹിക്കാൻ സാധ്യമല്ല. ദൈവം ഇത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭൂമിയുടെ അവകാശം മനുഷ്യരെ അങ്ങ് ഏൽപ്പിച്ചു. ആ സ്നേഹത്തിൻ്റെ അതുല്യതയിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തത്ര വലിയ സ്നേഹം, മഹാദൈവത്തിൻ്റെ മഹാസ്നേഹം. മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ തേജസ്സുള്ള വസ്ത്രമൊക്കെ ധരിച്ച് തന്നോടൊപ്പം ആയിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം തന്നെ മറന്നവരെ സ്നേഹിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനത്തിലാണ് ഈ ലോകത്തിൻ്റെ ആധിപത്യം ദൈവം അവരെ ഏൽപ്പിക്കുന്നത്. മുൻപ് സംഭവിക്കാൻ പോകുന്ന, പുറകെ സംഭവിക്കാൻ ഒന്നും അവിടെ ദൈവം ചിന്തിക്കുന്നില്ല. എല്ലാം മുൻകൂട്ടി ദൈവത്തിന് അറിയാവുന്ന കാര്യമാണ്. ആ ചിന്തയിലേക്ക് പോകാതെ തന്നെ മനുഷ്യനോടുള്ള സ്നേഹത്തെ അങ്ങ് പ്രകടിപ്പിച്ചതാണ്. ഏദൻ പർദീസയിൽ അവർക്ക് വേണ്ടി എല്ലാം ഏൽപ്പിച്ചു. അതുമാത്രമല്ല, കൂടുതൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ആദാമിനെ മെനഞ്ഞു. ഒരു വാരിയല്ല, ആദാമിൽ തന്നെ എടുത്ത് വാരിയലും എടുത്ത് മാംസം പിടിപ്പിച്ച് കൂട്ടാളിയായ പ്രിയപ്പെട്ടവളെ സൃഷ്ടിച്ചു. പിന്നെ പുതിയ പുതിയ സൃഷ്ടി, മനുഷ്യനെ തന്നെ ഉള്ള ജനനം, പുതിയ തലമുറകളെ ജനിപ്പിക്കാനുള്ള അവകാശങ്ങളൊക്കെ ദൈവം തനിക്കുണ്ടായിരുന്നൊക്കെ ഈ പുരുഷനെ സ്ത്രീയെയും ഏൽപ്പിച്ചു. മനോഹരമായ ഒരിക്കലും ഇനി മനുഷ്യന് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന സൗന്ദര്യത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യം. എന്നാൽ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അതിലും തേജസ്സേറിയ അവസ്ഥ പ്രാപിക്കുമെന്നുള്ളതിന് സംശയം. സ്വർഗത്തിലെത്തുമ്പോൾ ഭൂമി പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് ഭൂമിയെ ശുദ്ധീകരിച്ച് മിനുക്കി എല്ലാം എടുത്ത ശേഷമുള്ള വാഴ്ചയിൽ ഏദൻ തോട്ടത്തിനേക്കാൾ ശ്രേഷ്ഠമേറിയ അവസ്ഥ മനുഷ്യന് വീണ്ടും ദൈവം ഒരുക്കി കൊടുക്കും. അത്ര സ്നേഹമാണ് ദൈവത്തിന് മനുഷ്യരോട്. എന്നാൽ മനുഷ്യനെ ഏൽപ്പിച്ചതായ അധികാര അവകാശങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ പിശാചിൻ്റെ വാക്ക് കേട്ടത് മൂലം അടപടല് നമ്മളൊരു പ്രയോഗമുണ്ട്. മൊത്തം വീണു പോകുന്ന പോലെ പിശാചിൻ്റെ കയ്യിലേക്ക് പോകുവാൻ അനുസരണക്കേടും, ഹവ്വായുടെ അനുസരണക്കേടിലൂടെ. അത് കഴിഞ്ഞ് ആദാമും ഹവ്വായുടെ പക്ഷത്തേക്ക് ചേർന്ന് കഴിഞ്ഞു. ഒരാളുടെ കയ്യിൽ കിട്ടി, അവർ മറുകണ്ഠം ചാടി. ദൈവത്തെ കൈവിട്ട പോലെയുള്ള ഒരവസ്ഥ
ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ വരുത്തി വയ്ക്കുകയാണ് ഉണ്ടായത്. ദൈവം പറഞ്ഞ എല്ലാം കാറ്റിൽ പറത്തി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അങ്ങനെയുള്ള അധിക വിഷമോ ആ വിഷയങ്ങളിലില്ല. കാരണം ഭൂമിയെ ഉണ്ടാക്കിയതല്ല, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ല ദൈവത്തിൻ്റെ വിഷയം. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. തൻ്റെ ഈ ഭൂമിയും അതിലുള്ളതൊക്കെ ഏൽപ്പിച്ചിട്ട് നഷ്ടപ്പെടുത്തി പിശാചിനെ ഏൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ ഓർത്താണ് ദൈവത്തിന് കൂടുതൽ സങ്കടം. ആ സങ്കടത്തിൽ ദൈവം അടങ്ങിയിരുന്നില്ല. അതിൽ ദൈവം ഉടൻ തന്നെ തീരുമാനം എടുക്കുകയാണ്. തീരുമാന ലോകസ്ഥാപനത്തിന് എടുത്തിട്ടുണ്ട് തീരുമാനം. ആ തീരുമാനങ്ങളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ പെട്ടെന്ന് ക്ഷമ പറയുമ്പോൾ, മനുഷ്യൻ കരയുമ്പോൾ, മനുഷ്യൻ്റെ വിഷമം കാണുമ്പോൾ മനസ്സലിയുന്നവനായ പ്രിയപിതാവ് തൻ്റെ മനസ്സലിവിൻ്റെ ആ തീരുമാനത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി വന്ന് മരിച്ച് നിനക്ക് തേജസ്സിൻ്റെ വസ്ത്രം വീണ്ടും നിന്നെ ഉടുപ്പിക്കും, നിന്നെ രക്ഷിക്കും. നിന്റെ ചിന്താദോഷത്തിൽ വന്ന് നീ ചെയ്തു വെച്ചത്, തീറ്റിയിലൂടെ ചെയ്തത്, നീ നഷ്ടപ്പെട്ടതായ വസ്ത്രം വെറും ഇലകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിലേക്ക് നീ പോകേണ്ടതായ പാപ്പരത്വത്തിലേക്ക് വന്ന അവസ്ഥയ്ക്കൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കും. ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആദാമിൻ്റെ സന്തതികൾ ലോകം നിറയെ പാപം കൊണ്ട് ദൈവത്തിൻ്റെ ആ ചിന്തകൾക്കപ്പുറമായിട്ട് പാപം കൊണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല. ദൈവത്തിന് ചിന്തയുണ്ടായിരുന്നുവെങ്കിലും അപ്പുറം മ്ലേച്ഛമായ പാപത്തിലേക്ക് പോകുന്ന സുന്ദരമായ കുടുംബജീവിതത്തിന് വേണ്ടി തക്ക തുണയായി ഇണയായി സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് അതിനെ വഷളത്വത്തിൻ്റെ പര്യായമാക്കി മാറ്റുന്ന മ്ലേച്ഛത അതിനുമപ്പുറത്തേക്ക് പോയി, സ്വർഗരതികളിലേക്ക് പോയി. അങ്ങനെ ഒരു 2000 വർഷം കൊണ്ട് ഭൂമി മുഴുവൻ പാപത്തിൻ്റെ ഈറ്റില്ലമായി പിശാച് തന്നെയല്ല ഈ മനുഷ്യരെ കൂട്ടുകിട്ടുകൊണ്ട് എത്ര എളുപ്പം സാധിച്ചത്. ദൂതന്മാരെ പിശാച് കൈക്കലാക്കിയെങ്കിലും കുറേ യുദ്ധങ്ങളും കാര്യമൊക്കെ നടന്നു. അതിൽ അത്രയും കർത്താവ് ദുഃഖിതനല്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിരുന്നായ വലിയ സ്നേഹത്തിൻ്റെ ഒരു അടുക്കായിരുന്നു മനുഷ്യ ആളത്വം. ആ അടുക്കിൻ്റെ പൂർണ്ണത ഇതുവരെയും ആയിട്ടില്ല. 1000 ആണ്ടിലും ഒക്കെ ആയിട്ട് ആ അടുക്ക്, ആ മനുഷ്യസംഖ്യ തികയത്തുള്ളൂ. അതുവരെ ദീർഘക്ഷയോടുകൂടെ താൻ ആയിരുന്നു. എങ്കിലും പാപത്തിൻ്റെ ബഹുത്വത്താൽ മനുഷ്യ സമൂഹത്തെ റേസിനെ ഇല്ലായ്മയുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചം ജലപ്രളയം കൊണ്ട് നിറയപ്പെട്ടതായ സാഹചര്യമുണ്ടായി. പ്രപഞ്ചം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് വെള്ളം ഡാമിൽ നിന്നൊഴുകുന്ന പോലല്ല, ആകാശം തന്നെ പെയ്തു വീഴുന്ന അവസ്ഥ ഭൂമിയിലുണ്ടായി. സകല ജനവും പാപത്തിനടിമയായി വഷളത്വ നിമിത്തം വെള്ളത്തിൽ ചത്തുപൊങ്ങുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള ആ അവസ്ഥയിൽ ഒരു പെട്ടകത്തിലുള്ള ആളിനെ മാത്രമേ, 8 ജനത്തെ മാത്രമേ ദൈവത്തിന് അവിടെ നിന്ന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് നിൽക്കുന്നവരുള്ളായിരുന്നു. ബാക്കി മുഴുവൻ ഹവ്വായും ചെയ്ത പാപം പോലെ പാപത്തിൽപ്പെട്ടു. അതിനേക്കാൾ 100 മടങ്ങായി, 1000 മടങ്ങായി, 10000 മടങ്ങായി മനുഷ്യൻ്റെ പാപം അങ്ങ് ഭൂമിയിൽ വർദ്ധിച്ചു. അവിടെയാണ് ജലപ്രളയം ഉണ്ടാകുവാൻ സഹായിച്ചു. 8 പേരെ ഉള്ളെങ്കിലും ദൈവം നിരാശയോടെ അല്ല. അതിനുള്ളിൽ തന്നെ ഹബേലിൽ അവിടെ എത്തി, ഹാനോക്കെത്തി. അപ്പം തന്നെ 2 പ്രപഞ്ചം അവിടെ എത്തിക്കഴിഞ്ഞു. വേറെ എത്രയെത്ര പേരെന്നുള്ളതിനെ കുറിച്ച് ദൈവസന്നിധി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യക്തമായ കണക്കുകളിൽ കാണാം, കേൾക്കാം, ശ്രദ്ധിക്കാം. ആ 8 പേരിൽ നിന്ന് പിന്നെ ജലപ്രളയ ശേഷം ദൈവം വീണ്ടും പ്രവൃത്തി ആരംഭിച്ചു. എങ്കിലും ആ പാപം കർത്താവിൻ്റെ
മരണത്തിൻ്റെ സ്ത്രീയുടെ സന്ധ്യതയുടെ ജനനം ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നോഹയിലൂടെ പാപങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അത് പിന്നെ അടുത്ത തലമുറയിലേക്ക് നീങ്ങി. പിന്നെ ഒരു 2000 വർഷമായപ്പോഴത്തേക്ക് അതിലും ഭീകരമായ രീതിയിലായി. എങ്കിലും കർത്താവ് പെട്ടെന്ന് മാനവരാശിയെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാൻ പ്ലാൻ ചെയ്ത് വന്ന് ജീവിച്ച് മരിച്ച് ഒരു ക്രമീകരണം വരുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഭയങ്കരമായ പ്രതികൂലങ്ങൾ ഉണ്ടാകുമായിരുന്നു. ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കൽ കർത്താവ് സത്യം ചെയ്തുവെങ്കിലും മറ്റേതെങ്കിലും രീതി നശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടേക്കാണ് പ്രപഞ്ചത്തിന് സൃഷ്ടിതാവായ മഹാദൈവം മനുഷ്യവേഷമെടുത്ത് വന്ന് മരിക്കാനൊക്കെ കൊണ്ടിടയായിട്ട്. അങ്ങനെ രക്ഷാപദ്ധതി പൂർത്തീകരിച്ച് കർത്താവ് പിതാവിൻ സന്നിധിയിലേക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഭൂമിയിലേക്കും വന്നു. ഈ ലോകം ആദാമിൻ്റെ കാലം തൊട്ടിപ്പോഴത്തെ അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ പോകട്ടെ, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ളത് അതിൻ്റെ എല്ലാം കച്ചവടം കഴിഞ്ഞു. അത് കിട്ടാനുള്ളത് കിട്ടി, നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. പിശാച് അടിച്ചു മാറ്റിയൊക്കെ പാതാളത്തിലുണ്ട്. കുറേ എണ്ണം പിശാചിൻ്റെ കൂടെ ഇവിടെ ശക്തമായ മിഷണറി പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാണുന്ന വ്യത്യസ്ത ആരാധനകൾ, അതുപോലെ നാൾദൈവങ്ങൾ, രൂപങ്ങൾ, മണിമാളികകൾ, പള്ളികൾ, അമ്പലങ്ങൾ, മോസ്കുകൾ, ഹോളുകൾ എന്നിവൻ്റെ എല്ലാം അപ്പോൾ ഇവിടെ ശത്രുവിൻ്റെ പ്രവൃത്തി വളരെ സജീവമായി കഴിഞ്ഞ 2000 വർഷം കൊണ്ട് വീണ്ടും യേശുവിൻ്റെ മരണത്തിന് സജീവമായി. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ ഫോളോ അപ്പ് ചെയ്യുന്ന, കർത്താവിനെ ഇഷ്ടപ്പെടുന്ന, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു പറ്റമുണ്ട്. യേശുവിന് വേണ്ടി മരിച്ച ഒരുപാട് ആളുകൾ കർത്താവ് തൻ്റെ ഈ ലോക ജീവിതത്തിൽ പറഞ്ഞു, ഇതാ കൊയ്ത്തിന് ഇപ്പോൾ തന്നെ വിളഞ്ഞിരിക്കും. അവിടെ കർത്താവ് ആഗ്രഹിച്ച പോലെ ഒരു ചെറിയ സമയം ഭവനങ്ങളിൽ കൂട്ടായ്മ, അപ്പനുറുക്കൽ, കർത്താവ് മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പറ്റൻ ലോകത്തിൽ ആളുകൾ ശേഷിച്ചു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെയും ദൈവഭാഗത്ത് നിൽക്കാറുണ്ട്. ലോകം അവരെല്ലാം പകച്ചു. നമുക്കറിയാൻ സാധിക്കും, സ്വർഗത്തോളം വലിയ ഗോപുരം ഉണ്ടാക്കി ജീവിക്കാൻ ബാബിലോണിൽ വന്ന ആ ജനം മുഴുവനെയും പിശാച് പകച്ചു. ഒരു ഭാഷകളെ ചിതറിപ്പോയ ആ സാഹചര്യത്തിൽ അവർ ലോകം മുഴുവൻ ചിഹ്നവിന് അനാഥരാകുന്ന പോലെ ആയിത്തീർന്നു. കർത്താവിൻ്റെ ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അവർ പോയവങ്ങളിലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് അവരെ ഫോളോ ചെയ്തു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട, സെലക്ട് ചെയ്യപ്പെട്ട, സ്വീകരിക്കപ്പെട്ട ഒരു വലിയ പറ്റം ആളുകൾ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ സന്തോഷം. ഇവിടെയുള്ള വിഷയം, ഈ ദൈവത്തെ അംഗീകരിക്കാത്ത ആളുകളെ മുഴുവനും പിശാച് പകയ്ക്കുകയും അന്ധരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നോക്കിയാൽ എത്ര ബുദ്ധിയിലും ജീവിതത്തിലും ഒക്കെ ഉന്നതരായിരുന്ന വലിയ വൈഭവമുള്ള ആളുകളെയൊക്കെ പകച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ അവസാനം വരെയും യഥാർത്ഥ സത്യത്തിലേക്ക് അവർക്ക് വരുവാൻ കഴിയാതെ വണ്ണം അവർ പകയ്ക്കപ്പെട്ടു പോയി എന്നുള്ളത് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ലോത്ത് കുടുംബം, അതുപോലെ തന്നെ യാക്കോബിനോടുള്ള ബന്ധത്തിലൊക്കെ വരുമ്പോൾ തൻ്റെ സഹോദരൻ ഏശാവ് വലിയ കരുത്തുള്ള ആളായിരുന്നു, ശക്തനായിരുന്നു. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു.
ദാനിയേലിൻ്റെയും ശദ്രക്കിൻ്റെയും അതുപോലെ യോസഫിൻ്റെയും കാലത്ത് വലിയ വലിയ രാജാക്കന്മാരുണ്ട്, ഫറവോകളുണ്ടായിരുന്നു. അവരൊക്കെ സാധാരണ ഇന്ന് കാണുന്ന സാധാരണ ആളുകളെക്കാൾ വലിയവരായിരുന്നു. അവരെയെല്ലാം പകച്ചു, അവരെയെല്ലാം അന്ധരാക്കി. അവരന്ധരായി തീർന്നതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ശരീരം മമ്മീസാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ണെത്താ ദൂരത്ത് വലിയ വലിയ കല്ലുകൾ കൊണ്ട് വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് എത്രയാണ്? 1 അല്ല, 9 അല്ല, 1000 അല്ല. നമ്മൾ ചിന്തിക്കണം, ഡോംബുകളും കാര്യങ്ങളും ഒക്കെ പിരമിഡുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ബുദ്ധിയിൽ ചെയ്യുന്ന പരിപാടിയല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നല്ല ബുദ്ധിയിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കുകയില്ല. അശുദ്ധ ബുദ്ധിയിലാണ് പിശാച് പകയ്ക്കുകയും അന്ധരാക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ നിലനിൽപ്പ്, അവരെ എന്നും ലോകം അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ആവിധ അമ്പരചുംബികളായിട്ടുള്ള ടോമ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അതിന് 100 കണക്കിന് അടി ഉയരം അതിനുണ്ട്. അതിൻ്റെ വിസ്തൃതി വലുതാണ്. ഈജിപ്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ പോയാലത് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അന്ധരാക്കിയതാണ്. അതുപോലെ അന്ധരാക്കപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയിലുണ്ട്. താജ്മഹലൊക്കെ നോക്കുമ്പോൾ അന്ധരാക്കപ്പെട്ടതായ അല്ലെ പിശാചിനാൽ പകയ്ക്കപ്പെട്ട മതത്തിനെ അടിമപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഷാജഹാനെ പോലെ ഉള്ള രാജാക്കന്മാരെ, മുഗൾ രാജാക്കന്മാരെ കാണാൻ സാധിക്കും. വളരെ താല്പര്യത്തോടുകൂടെ ദൈവത്തെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീ ബുദ്ധൻ പുറപ്പെട്ടത്. രാജകുടുംബത്തെ ഒക്കെ ത്യജിച്ചു വലിയ വർജനം നടത്തിയ ആളാണ്. പക്ഷെങ്കിൽ ഒത്തിരി സത്യാന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നുവെങ്കിലും അവരെയൊക്കെ ജൈനനെയും ഒക്കെ പിശാച് പകച്ചു. അവരുടെ സന്യാസ ജീവിതമോ അല്ലെങ്കിൽ വിവാഹം വറുത്തുള്ള ജീവിതമോ ഒക്കെ ഒരു തരത്തിലുള്ള പിശാചിൻ്റെ പകയ്ക്കലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവം വെച്ച വ്യവസ്ഥ, പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷൻ, അവരൊന്നിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. ലോകം പാപം കൊണ്ട് നിറയപ്പെട്ട പാപം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നിരാശയുടെ കൊടുമ്പിരിയിലാണ് ശ്രീ ബുദ്ധനും അതുപോലുള്ള ആളുകളൊക്കെ ഓരോ ഇസങ്ങളെ സൃഷ്ടിച്ച് വിടാനിടയായിത്തീർന്നു. അതിലൂടെ ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കാൻ സാധിച്ചു. അവരെ മുന്നേ നിർത്തിക്കൊണ്ട് കൺഫ്യൂഷ്യസ് മതം, അതുപോലെ തന്നെ കർത്താവ് ലോകത്തിൽ ജീവിച്ച് മരിച്ച 600 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലെ ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞു. എന്നെപ്പോലെ പ്രവാചകൻ മോശയ്ക്ക് തൊട്ടടുത്ത് യോശുവ വന്നു, അല്ലാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുവ പറഞ്ഞിരിക്കുന്നത്. കാര്യസ്ഥനെ അയക്കുമെന്നാണ് പറഞ്ഞത്. കാര്യസ്ഥനായിരുന്നെങ്കിൽ കാര്യസ്ഥൻ ലോകത്ത് ജീവിച്ചിരിക്കണ്ടേ? കുറേ കാലം കഴിഞ്ഞപ്പോൾ കാര്യസ്ഥൻ മരിച്ചു മാറ്റപ്പെട്ടു. കാര്യസ്ഥന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ രാത്രിയുടെ നിശബ്ദതയും വാളും വടിയുമായി പോയി ആളുകളെ കൊല്ലേണ്ടതായി വന്നു. അനേക പട്ടണങ്ങൾ വിധവമാരെ കൊണ്ടും അനാഥരെ കൊണ്ടും നിറയപ്പെട്ടു. അവർക്ക് തുണയായി ഇണയായി ദൈവം വച്ചിരുന്നവരെ എല്ലാം കശാപ്പ് ചെയ്ത് മാറ്റി. അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ പിശാച് അവരെ പകച്ചു. യോശുവയാണ് നിനക്ക് ശേഷം ഒരു പ്രവാചകനെന്ന് മോശ എഴുതിയതെങ്കിൽ ഇതിനെ ഇന്ന് ഒരുപാട് ക്രൈസ്തവരെയും പെന്തക്കോസ്തുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് ശേഷം ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോശുവയെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുമെന്ന് പറഞ്ഞതെന്നാ
പ്രഖ്യാപനം നടന്ന 6000 വർഷം മുമ്പാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചോ പുറത്തു വെച്ചോ ആണ്. അല്ലാതെ ഈ മോശ വരുന്നവരെ ഒന്നും കാത്തിരുന്നിട്ടില്ല. മോശ പിന്നീട് ആ കാര്യത്തിൻ്റെ പകർപ്പ് കേട്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഒരു മോശയല്ല ദൈവത്തിന് യോശുവ അല്ല, ദൈവത്തിന് യോസഫ് മാത്രമല്ല, ദൈവത്തിന് ഒരു ശാന്തക് മേശക് അഭേദവും മാത്രമല്ല. ഇങ്ങനെ എണ്ണിയാൽ കഴിയാത്ത പോലെയുള്ള ഭക്തന്മാര്. പിശാചിന് വേണ്ടി ആരും മരിക്കാൻ നിൽക്കത്തില്ല. പക്ഷെങ്കിൽ പിശാചിൻ്റെ വഞ്ചനയിലാണ് ആളുകൾ മരിക്കുന്നത്. യേശു ഒരാളും തനിക്ക് വേണ്ടി മരിക്കാൻ പറഞ്ഞു. പക്ഷെങ്കിൽ യേശുവിനുള്ള സ്നേഹത്തിൽ അനേകം യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുകയായിരുന്നു. പിശാച് പറയുന്നത് എല്ലാവരെയും കൊല്ലാൻ കൊല്ലാൻ കൊല്ലാൻ. യേശു അങ്ങനെയല്ല, ആരെയും കൊല്ലരുത്, ഞാൻ അവർക്ക് വേണ്ടി പകരം മരിക്കാം. അതാണ് യേശുവിൻ്റെ ദൈവത്തിൻ്റെ രീതി. മാതാവ് പറയും കുഞ്ഞ് മരിച്ചാലും ഞാൻ രക്ഷപ്പെടണം. പിതാവ് പറയും കുഞ്ഞ് മരിച്ചാലും ഭാര്യ രക്ഷപ്പെടണം, തൽക്കാലം തനിക്ക് രക്ഷപ്പെടണ്ടേ. പക്ഷേ യേശു പറയും, മഹാദൈവം പറയും, എൻ്റെ ഓമനപുത്രനായ യേശു മാനവരാശിക്ക് വേണ്ടി മരിക്കുക. ഞങ്ങൾ ഒന്നിച്ച് യേശുവിൽ ആയിരുന്ന് ആ പ്രവൃത്തികളെല്ലാം ചെയ്യും. അതിൻ്റെ കഷ്ടങ്ങളെല്ലാം ഞങ്ങൾ സഹിക്കും. വിശുദ്ധാത്മാവ് സഹിച്ചു, പിതാവ് സഹിച്ചു, പുത്രൻ സഹിച്ചു. പുത്രൻ്റെ നേതൃത്വത്തിൽ, ഇന്ന് വിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ ദൈവസഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാ കാലങ്ങളിലും മനുഷ്യന് വേണ്ടി കഷ്ടം സഹിക്കുന്നു. എല്ലാ കാലിലും മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എല്ലാ കാലത്തും മനുഷ്യനെ കോഴി തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നില്ലധികമായി ദൈവം പോറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം എന്താ മോശമാണ്. ഇപ്പം അമേരിക്കയിൽ ട്രംപ് ഭരണം മാറുന്നു, ബൈഡൻ ഭരണം വരുന്നു എന്നൊക്കെ പറയുന്നു. ബൈഡൻ കുറേ കൂടെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്വഭാവക്കാരനെന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ കമലമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ട്രംപ് ജീവിതത്തിൽ ഒത്തിരി പാപമൊക്കെ വാരിക്കൂട്ടിയിട്ട് അദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രൊട്ടസ്റ്റൻ്റ് അനുകൂലം. ഈ പ്രൊട്ടസ്റ്റൻ്റ് അനുകൂലമോ തിരിച്ചുള്ള ഇതൊന്നും അല്ല. ദൈവത്തിന് പൂർണ്ണ വിശുദ്ധരായ ഭക്തന്മാരെയാണ് വേണ്ടത്. അതിന് പൂർണ്ണമായ അവരുടെ മനസ്സ് മതി. യേശുവിൻ്റെ രക്തം അതിനു വേണ്ടി മുടക്കപ്പെടും. അല്ലാതെ ഇവിടെ ട്രംപോ അല്ലെങ്കിൽ ബൈഡനോ അവരുടെ കുറേ നല്ല കാര്യവും ചീത്ത കാര്യവും ഉയർത്തിപ്പിടിച്ചുള്ള പരിപാടിയല്ല. ദൈവത്തിന് ദൈവത്തിൽ തന്നെ തൻ്റെ രക്തത്തിലൂടെ ആശ്രയം മാത്രം മതി. മറ്റുള്ളവർക്ക് പണം വേണം, കാര്യം വേണം, അത് വേണം, ഇത് വേണം. ഇന്നെന്താണ് ആത്മീയ മേഖലയിൽ നടക്കുന്നത്? ആളുകളെ പിശാച് പകച്ചത് കൊണ്ടാണ് ഒരേ ഗ്രൂപ്പിൽ നിന്നവർ രണ്ടായി പിരിഞ്ഞ് വെറും കല്ലും കുമ്മായവും ശുഭനുമൊക്കെ ഉണ്ടാക്കിയതായ വസ്തുക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ്. അതിൻ്റെ പേരിൽ ആളുകൾ ഒത്തിരി മരിച്ചു വീഴാതിരിക്കാൻ ഇടയായി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എങ്കിലും ഒരാളെങ്കിലും മരിച്ചല്ലോ. ഇത് പിശാച് അവരെ പകച്ചു, വേഷത്തിൽ അവരെ പകച്ചു. സ്ത്രീവേഷം കെട്ടി പുരുഷന്മാരെ പകച്ചു, പുരുഷവേഷം കെട്ടി സ്ത്രീകളെ പകച്ചു, അന്ധരാക്കി തീർത്തു. സത്യം കാണാൻ കഴിയാത്ത അവസ്ഥയായി. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കാൻ തിരുവചനം എഴുതിയിരിക്കുമ്പോൾ ഒന്നിച്ചുകൂടി ഒരേ നാമത്തിൽ പറഞ്ഞവർക്ക് ചത്താൽ അടക്കാൻ സൗകര്യം കൊടുക്കാതെ അവരുടെ പൈസ കൊണ്ടുണ്ടാക്കിയ നന്മയാണ്. അവിടെ പോലും ഒരു കൺസെഷൻ ഇല്ല, മുറുകെ പിടിക്കുന്നതായ തീരുമാനം. ശത്രു പകച്ചു, പിശാച് അവരെ പകച്ചു. അതുകൊണ്ടാണ് ബുദ്ധിയിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. പേരിനിപ്പുറത്ത് പരിശുദ്ധൻ എന്ന് പറഞ്ഞ പേരെഴുതി വെച്ചോണ്ട്
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ സ്നാനത്തിൽ മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിച്ച് പിന്നീടാണ് വിശുദ്ധനും പരിശുദ്ധനുമൊക്കെ തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പ് പിശാച് കുള്ളരാക്കി പകച്ചതിൻ്റെ ഫലമായി ചത്തതിനൊക്കവേ ജീവിച്ചിരിക്കണമെന്നായി. തമ്മിൽ വാളെടുത്താൽ പെട്ടെന്ന് ഷെയിം പറഞ്ഞ് നാണക്കേടിന് മൂക്കിൽ ആളുകൾ വില വെക്കുന്നതുകൊണ്ട് വാളെടുക്കാതെ ആ അന്ധതയിൽ കിടന്ന് തപ്പിത്തടയുകയാണ്. ചാകുമ്പോൾ എന്താ ചെയ്യുന്നത്? രാജാക്കന്മാരെക്കാൾ അപ്പുറം വാഴ്ത്തപ്പെട്ട കർത്താവിനേക്കാൾ ഉയർന്ന രീതിയിലാണ് വിളികളൊക്കെ അവരുടെ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവർ, ഈ ലോകം പകയ്ക്കും. ഇത് സാത്താൻ്റെ അധീനതയാണ്. അന്ധരായിത്തീരും എല്ലാവരും. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വായിക്കൊണ്ട് പറഞ്ഞ വിശ്വാസത്തിന് മരണപര്യന്തം വിശ്വസ്തരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് വാടാകീരനും പ്രാപിക്കും. പിശാചിൻ്റെ അന്ധതയിൽ നിന്നും അതുപോലെ പകയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ്. താങ്ക് യു.